ആദ്യത്തെ വനിതാ IPS ഉദ്യോഗസ്ഥയാണ്. സംസ്ഥാനത്തെ ആദ്യത്തെ വനിതാ DGP. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ജയിച്ചു കയറിയപ്പോൾ ശ്രീലേഖയ്ക്ക് പല പ്രതീക്ഷകളുണ്ടായിരുന്നു. പക്ഷേ പ്രതീക്ഷകളെല്ലാം അസ്ഥാനത്താക്കി VV രാജേഷ് തിരുവനന്തപുരം മേയറായി. ശ്രീലേഖ വെറും കൗൺസിലറും. അന്ന് മുതൽ ശ്രീലേഖയ്ക്ക് പല പ്രശ്നങ്ങളുണ്ട്. മുറി മുതൽ നെയിം പ്ലേറ്റ് വരെ. ആദ്യം VK പ്രശാന്തിന്റെ മുറി ആവശ്യപ്പെട്ടു. പിന്നെ VK പ്രശാന്തിന്റെ MLA ബോർഡിന് മുകളിൽ സ്വന്തം ബോർഡ് സ്ഥാപിച്ചു. എന്നിട്ടും അരിശം തീർന്നില്ല. ഇന്നെല്ലാം മാധ്യമങ്ങളോട് തുറന്നങ്ങ് പറഞ്ഞു. കോർപ്പറേഷൻ ഇലക്ഷന് നിൽക്കാൻ വിസമ്മതിച്ചപ്പോൾ ായിട്ട് എന്നെ പ്രേരിപ്പിച്ച ഒരു ഘടകം എന്ന് പറയുന്നത് മേയറാക്കാമെന്നുള്ള ഒരു ഉറപ്പുണ്ടായിരുന്നു. അത് അങ്ങനെയൊക്കെ വെറും കൗൺസിലറായിട്ടല്ല നിർത്തുന്നത്, മേയർ സ്ഥാനാർത്ഥിയായിട്ടാണ് നിർത്തുന്നത് എന്ന് പറഞ്ഞിരുന്നത് കൊണ്ടാണ് ഞാൻ നിൽക്കാൻ തന്നെ തയ്യാറായത്. വാർഡിലെ കൗൺസിലർ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രവർത്തിക്കാനായിരുന്നു ഞാൻ ആഗ്രഹിച്ചിരുന്നത്. 10 വാർഡുകളുടെ കൗൺസിലർ സ്ഥാനാർത്ഥികളോടൊപ്പം പ്രവർത്തിച്ച് അവരെ വിജയിപ്പിക്കുക എന്നുള്ളതായിരുന്നു എനിക്ക് തന്നിരുന്ന ആദ്യത്തെ ദൗത്യം. പെട്ടെന്നാണ് അത് മത്സരിക്കണം എന്നുള്ളൊരു രീതിയിലോട്ട് വന്നപ്പോൾ എനിക്ക് താല്പര്യമില്ലായിരുന്നു. കേട്ടത് ശ്രീലേഖ പറഞ്ഞത് ഇന്ന് രാവിലെ 11 മണിക്കാണ്. പറഞ്ഞത് നിങ്ങളും കേട്ടല്ലോ. ശ്രീലേഖയ്ക്ക് അതൃപ്തി എന്നല്ലാതെ മറ്റെന്ത് തലക്കെട്ടാണ് ആ വാർത്തയ്ക്ക് മാധ്യമങ്ങൾ കൊടുക്കേണ്ടത്? സമയം 4 മണി. ശ്രീലേഖ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു. കേരളത്തിൽ വൃത്തികെട്ട മാധ്യമ പ്രവർത്തനം എന്നാണ് തലക്കെട്ട്. മാധ്യമ പ്രവർത്തകർ എഡിറ്റ് ചെയ്ത ചില ഭാഗങ്ങൾ കാണിച്ച് കള്ളപ്രചാരണം പ്രചരിപ്പിക്കുന്നു, വിവാദങ്ങൾ വിറ്റ് കാശാക്കുന്നു എന്ന് പോകുന്നു. അവസാനം ഇംഗ്ലീഷിൽ ഗോ ക്ലൈംബ് എ ട്രീ എന്നൊക്കെ ഉപദേശിക്കുന്നുമുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ കൗൺസിലറായ ശ്രീലേഖയോട് ഒരൊറ്റ കാര്യമേ മാധ്യമ പ്രവർത്തക എന്ന നിലയിൽ പറയാനുള്ളൂ: VV രാജേഷിനെ കണ്ടു പഠിക്കുക. രാഷ്ട്രീയ പക്വത എന്തെന്നറിയാൻ, മാധ്യമങ്ങളോട് എങ്ങനെ സംസാരിക്കണമെന്ന് പഠിക്കാൻ. മേയറായ രാജേഷ് പ്രതിരോധത്തിലാകുന്ന വിഷയമാണ് ഇന്ന് ശ്രീലേഖ ഒപ്പിച്ചു വെച്ചത്. പക്ഷേ എന്താണ് രാജേഷിന്റെ പ്രതികരണം? അങ്ങനെ ചില ഓൺലൈൻ വാർത്തകൾ വന്നതായിട്ട് ചില മാധ്യമപ്രവർത്തകർ ചോദിച്ചു. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ രാവിലെ CM-ൻ്റെ അപ്പോയിൻമെൻ്റ് ആയതുകൊണ്ടും ഓഫീസിൽ ഒരുപാട് പേര് കാണാൻ വന്നിരുന്നു, അതുകൊണ്ട് തന്നെ ഡീറ്റെയിലേക്ക് പോകാൻ സാധിച്ചില്ല. അങ്ങനെ ചില വാർത്തകളൊന്നും പറയുന്നത് കേട്ടു. ഞാൻ എൻ്റെ ശ്രദ്ധയിൽ അത് കാര്യമായിട്ട് വന്നിട്ടില്ല. അല്ല, ഞാൻ പറയുന്നത് അങ്ങനെ ഒരു ഓൺലൈനിൽ ചില വാർത്തകൾ വന്നു പറഞ്ഞതിലപ്പുറം അത് എൻ്റെ പഠിപ്പിടിമാരോട് ഞാൻ ചോദിച്ചു, അവരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അപ്പോൾ ഞങ്ങൾ രാവിലെ മുതൽ ഫീൽഡിലായിരുന്നു. ഞാനിപ്പോൾ എൻ്റെ മുൻ വാർഡ് പൂജപ്പുര വാർഡിലായിരുന്നു. അപ്പോൾ അക്കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടില്ല. അങ്ങനെയുള്ള കാര്യത്തിൽ ഞാനൊക്കെ എങ്ങനെയാണ് അഭിപ്രായം പറയുന്നത്? രാജേഷിന്റെ ശ്രദ്ധയിൽപ്പെടാത്ത ആദ്യത്തെ കാര്യമല്ല കേട്ടോ ഇത്. വെള്ളാപ്പള്ളിയുടെ തീവ്രവാദി പരാമർശം, അതും രാജേഷിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല. ആ വാർത്ത എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല. ഇവിടെ വന്നപ്പോൾ ചില ആൾക്കാർ പറഞ്ഞു കേട്ടതാണ്. ആ വാർത്ത എൻ്റെ ശ്രദ്ധയിൽ തീവ്രവാദി എന്ന അർത്ഥം വിളിച്ചായിരുന്നു. അല്ല, ആ വാർത്ത എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അദ്ദേഹം അങ്ങനെയൊക്കെ വിളിക്കുന്ന ശൈലിയുള്ള ആളല്ല. അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങളിൽ നിന്നൊക്കെ തന്നെ പറയുന്ന കാര്യങ്ങളാണ്. ഞാൻ ആ വാർത്ത എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല. അതുകൊണ്ട് അതിനെക്കുറിച്ച് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ആധികാരികമായിട്ട് എനിക്ക് പറയാനും സാധിക്കില്ല. വെള്ളാപ്പള്ളിയെ കണ്ട ശേഷമാണ് VV രാജേഷിന്റെ ആ പ്രതികരണം കേട്ടോ. കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു തിരുവനന്തപുരം മേയർ.